പ്രൈസ് നമ്മൾ നമ്മൾ പാപം ചെയ്യുന്നതിൻ്റെ കാരണക്കാരൻ ആരാണ്? ആരാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? പിശാചല്ലേ? പിശാച് എന്നായിരിക്കും പറയുന്ന ഉത്തരവേ. പിശാചാണോ കാരണക്കാരൻ? പിശാചാണോ നമ്മൾ പാപം ചെയ്യുന്നതിന് കാരണക്കാരൻ? നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റിൻ്റെ ഉത്തരവാദിത്തം പിശാചാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ പിശാചിൻ്റെ തലയിലോട്ട് ഇടുന്നൊരു സ്കീം ഇപ്പോൾ ഇങ്ങനെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാം പിശാചാണ് ജയിക്കുന്നത്. പിശാചല്ല ജയിക്കുന്നത്. പിശാചിനെ അങ്ങനെ നമ്മളെ കൂടെ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇത് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പാപം ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് പാപത്തെ. നമുക്ക് പിശാചിനെ ചൂസ് ചെയ്യാനും ചൂസ് ചെയ്യാതിരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ പിശാചിനെ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. പ്രഭാഷകൻ 15:14 വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. പ്രഭാഷകൻ 15:15 നിന്റെ മുമ്പിൽ ജീവനും മരണവും ഞാൻ വെച്ചിരിക്കുന്നു, അഗ്നിയും ജലവും നിന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വെച്ച് പിശാചിനെ തിരഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വെച്ച് ഈശോയെ തിരഞ്ഞെടുക്കാം. ഒരു സിറ്റുവേഷനിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഈശോയെ തിരഞ്ഞെടുത്താൽ നമുക്ക് ഈശോയെ പോലെ ആവാം. പിശാചിനെ തിരഞ്ഞെടുത്താൽ നമുക്കിങ്ങനെ സാത്താനെ പോലെ ആവാം. എന്ത് വേണം എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. സിസിക്കകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. സിസിക്കകത്ത് പറഞ്ഞാലുണ്ട്, സത്യത്തിലും സിസി 1731 സത്യത്തിലും നന്മയിലും വളരാനും പക്വത പ്രാപിക്കാനും വേണ്ടി മനുഷ്യനിലുള്ള ഒരു ശക്തിയാണ് സ്വാതന്ത്ര്യം. തന്റെ സൗഭാഗ്യമായ ദൈവത്തിലേക്ക് തിരിച്ചുവിടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നു. അല്ല, സൗഭാഗ്യമായ ദൈവത്തിലേക്ക് തിരിച്ചുവിടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യം, ഈശോ തന്നേക്കുന്ന സ്വാതന്ത്ര്യം ഈശോയിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. ഈശോയിലേക്ക് യാത്ര ചെയ്യുക, അതിനാണ് സ്വാതന്ത്ര്യം തന്നേക്കുന്നത്. നമ്മൾ ഈ സ്വാതന്ത്ര്യം വെച്ചിങ്ങനെ ഓരോ പാപം ചെയ്ത് പിശാചിലേക്കുള്ള യാത്രയിലാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ പോയി കുമ്പസാരിക്കണോ നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കണോ നമുക്ക് തീരുമാനിക്കാം. നമ്മൾ കുമ്പസാരിക്കാൻ തീരുമാനിച്ചാൽ പോയി കുമ്പസാരിക്കുക. അടുത്ത പാത ഈശോയിലേക്ക് അപ്പം തന്നെ തുറക്കപ്പെടുക. യോഹന്നാൻ 1:12 പറയുന്ന കാര്യമുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് ദൈവം നൽകി. ഈ കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കഴിവ് വെച്ചിട്ട് ഈശോയെ വേണോ പിശാചിനെ വേണോ നമുക്ക് തീരുമാനിക്കാം. ഈശോയെ ചൂസ് ചെയ്യുക. ആർക്കും ഏത് പാപിക്കും ഈശോയെപ്പോലാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം അവൻ യൂസ് ചെയ്യണം. ഈ സ്വാതന്ത്ര്യം വെച്ച് തന്നെ അവൻ നശിക്കാൻ പറ്റും. ഗലാത്തി 6:8 ജഡത്തിനെ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനെ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്തി 6:8 നിത്യജീവൻ കൊയ്തെടുക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം ഈശോയിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. ഈ സ്വാതന്ത്ര്യം യൂസ് ചെയ്ത് നശിക്കരുത്. ഈ സ്വാതന്ത്ര്യം യൂസ് ചെയ്ത് ഈശോയിലേക്ക് വളരാം, ഈശോയെ പോലാവാം. ആമേൻ.